ക്ലൗഡ് ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജെബിൻ ഷെഫി. ഇന്ന് ഡിഫറെൻറ്റ് ഫാബ്രിക്കിലുള്ള സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. സൂപ്പർ നെറ്റ് കോട്ട, സിൽക്കി കോട്ട ഫാബ്രിക്കിലുള്ള സാരീസ് വരുന്നുണ്ട്. ഓർഗൻസ ഫാബ്രിക്കിലുള്ള സാരീസും വരുന്നുണ്ട്. clouddesigns.com എന്ന വെബ്സൈറ്റിൽ എല്ലാം അവൈലബിൾ ആയിരിക്കും. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. 9947135468 ആണ് വാട്സാപ്പ് നമ്പർ. ഡെയിലി മോർണിംഗ് 10:30 ആണ്, രാവിലെ 10:30 മണിക്കാണ് നമ്മുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. സെയിം ടൈം തന്നെയായിരിക്കും നമ്മൾ വെബ്സൈറ്റിലും സാരീസ് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ കണ്ടു നോക്കാം. ഫസ്റ്റ് സാരി വരുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. എൻറ്റയർ ബോഡി വരുന്നത് ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ്. സാരിയുടെ ബോഡി വരുന്നത് ഒരു പിങ്കിഷ് പീച്ചാണ്. ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്നത്. അതിന് ലീഫ് വരുമ്പം ഗ്രീനിൽ തന്നെ ആയിരിക്കും ലീഫ് വരുന്നത്. ഈ ഒരു ഡിസൈനിലായിരിക്കും കേട്ടോ സാരിയുടെ ബോഡിയിൽ വർക്ക് വരുന്നത്. പിങ്കിഷ് പീച്ച് ഫ്ലോറൽ ഡിസൈൻസിലും ലീഫ് ഗ്രീൻ വരും. പിന്നെ ലോവർ ബോർഡർ വരുമ്പം പോയിന്റ് എംബ്രോയിഡറിയിലായിരിക്കും ലോവർ ബോർഡർ വരുന്നത്. ഒരു ഐവറി ഷെയ്ഡിലായിരിക്കും പോയിന്റ് എംബ്രോയിഡറി വരുന്നത് ലോവർ ഏരിയയിൽ. എൻറ്റയർ ബോഡി ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. പല്ലു വരുന്നത് ഈ ഒരു സ്റ്റൈലിൽ തന്നെയായിരിക്കും. ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. പ്ലെയിൻ ബ്ലാക്ക് ആയിരിക്കും ബ്ലൗസ് വരുന്നത് സാരിക്ക്. അടുത്ത സാരി വരുന്നത് ബ്ലാക്ക് തന്നെയാണ്. ജെറ്റ് ബ്ലാക്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സിൽക്കി കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ പോയിന്റ് എംബ്രോയിഡറി പാറ്റേണിൽ തന്നെയായിരിക്കും ലോവർ ബോർഡർ വരുന്നതും ഫ്ലോറൽ ഡിസൈൻസ് ബോഡിയിൽ വരുന്നതും പോയിന്റ് എംബ്രോയിഡറി തന്നെയായിരിക്കും. ഐവറി ആട്ടോ പോയിന്റ് എംബ്രോയിഡറിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ ബോഡി വരുന്നത്. ബോർഡർ വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും പോയിന്റ് എംബ്രോയിഡറി വരുന്നത്. ബ്ലാക്ക് വിത്ത് ഐവറിയാണ് സാരിയുടെ കോമ്പിനേഷൻ. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആയിരിക്കും. ബ്ലാക്ക് ആയിരിക്കും സാരിക്ക് ബ്ലൗസ് വരുന്നത്. അടുത്ത സിൽക്കി കോട്ട സാരി വരുന്നത് ഓഫ് വൈറ്റ് ആണ് സാരിയുടെ കളർ വരുന്നത്. ഇതിലൊരു പിങ്ക് ആണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സ് ആട്ടോ സാരിയുടെ ബോഡിയിൽ വരുന്നത്. പിങ്ക് ആൻഡ് ഗ്രേ ആണ്. പീച്ച്, പിങ്ക്, ഗ്രേ 3 കളർ ടോണിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ബോഡിയിൽ ഈ ഒരു പാറ്റേൺ വരും. ബോർഡർ വരുമ്പോൾ ലോ ബോർഡർ വരുന്നത് പോയിന്റ് എംബ്രോയിഡറിയിലായിരിക്കും. ഓഫ് വൈറ്റ് തന്നെയായിരിക്കും പോയിന്റ് എംബ്രോയിഡറി വരുന്നത്. ഫുൾ സാരി സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ഓഫ് വൈറ്റ് ആയിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത വർക്ക് വരുന്നത് ബ്ലൂ ആണ്. ബ്ലൂ ഒരു ലൈറ്റ് ബ്ലൂ, പൗഡർ ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ ആണ് ഫ്ലോറൽ വർക്ക് വരുന്നത്. ത്രെഡ് വർക്ക് വരുന്നത്. ലോവർ ഏരിയ വരുമ്പോൾ ഓഫ് വൈറ്റിൽ തന്നെയായിരിക്കും പോയിന്റ് എംബ്രോയിഡറി ബോർഡർ വരുന്നത് സാരിക്ക്. പിന്നെ ഈ വർക്കിൻ്റെ കോമ്പിനേഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ കേട്ടോ. ഫുൾ സാരി ഈ ഒരു പാറ്റേണിലായിരിക്കും. ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ഫ്ലോറൽ എംബ്രോയിഡറിയിൽ പോയിന്റ് എംബ്രോയിഡറി ബോർഡർ വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് ഓഫ് വൈറ്റിൽ തന്നെ പ്ലെയിൻ ആയിരിക്കും. വൈറ്റിൽ സ്മോൾ ഫ്ലോറൽ ഡിസൈനിൽ കോമ്പിനേഷൻ വരുന്നത് ഈ സാരിയിൽ വരുമ്പോൾ വൈറ്റിൽ യെല്ലോ ആണ്, പേസ്റ്റൽ യെല്ലോ ആണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഡിസൈനും പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. സെയിം ടോണിൽ തന്നെ ഓഫ് വൈറ്റിൽ തന്നെയാണ് പോയിന്റ് എംബ്രോയിഡറി ബോർഡർ വരുന്നത്. ലോവറിൽ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഫുൾ ബോഡിയിലും സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ലൈറ്റ് ഗ്രേ ലീവ്സ് വന്നിട്ട് അതിൽ പേസ്റ്റൽ യെല്ലോ ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും. റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും. ഓഫ് വൈറ്റ് തന്നെ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരും. പിങ്കിഷ് പീച്ച് ആൻഡ് ലൈറ്റ് പേസ്റ്റൽ പീച്ച് ആ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. എംബ്രോയിഡറി വർക്ക് വരുന്നതിൻ്റെ കോമ്പിനേഷൻ അതാണ്. ഓഫ് വൈറ്റ് ആയിരിക്കും കേട്ടോ. സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ലോവർ ഏരിയ വരുമ്പോൾ പോയിന്റ് എംബ്രോയിഡറിയിലായിരിക്കും ലോവർ ബോർഡർ വരുന്നത്. ഫുൾ സാരി എൻറ്റയർ സാരി ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും വരുന്നത്. ഞാൻ പറയാൻ വിട്ടുപോകുന്ന എല്ലാ സാരീസിൻ്റെയും മുന്താനിയുടെ എഡ്ജ് വരുമ്പം സ്കാലപ്പ് പാറ്റേണിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആയിരിക്കും. പ്ലെയിൻ ഓഫ് വൈറ്റ് ആണ് ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വരുന്നത് ലാവൻഡർ ഷെയ്ഡിലുള്ള ഓർഗൻസ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഓർഗൻസയിൽ സെയിം ടോൺ സെൽഫ് കളർ എംബ്രോയിഡറി വർക്കാണ് സാരിയുടെ ബോഡി വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ബോർഡർ വരുന്നത്. ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. സെയിം ആ ഒരു ഡിസൈൻ തന്നെയായിരിക്കും സ്കാറ്റേഡ് ആയിട്ട് ബോഡി വരുന്നത്. ഫുള്ളായിട്ട് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഫുൾ സാരി സെയിം പാറ്റേൺ തന്നെയായിരിക്കും. ബ്ലൗസ് മെറ്റീരിയൽ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സെയിം ടോണിൽ തന്നെ ലാവൻഡറിൽ തന്നെ പ്ലെയിൻ വന്നിട്ട് ഈ സെയിം ബോർഡർ വരുന്നുണ്ട്. ത്രെഡ് വർക്കിൻ്റെ ബോർഡർ ആയിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്നത്. അടുത്ത സാരി വരുന്നത് കോമ്പിനേഷൻ സെയിം തന്നെയാണ്. ലാവൻഡർ, ലൈലാക്ക് ലാവൻഡർ ആണ് സാരിയുടെ കളർ. ഇതിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൽ മാത്രമേ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ബാക്കി പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഇതായിരിക്കും സാരിയിൽ വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫുൾ സാരിയിലും. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് റണ്ണിങ് ബ്ലൗസ് തന്നെയായിരിക്കും. സെയിം ടോണിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് സെയിം എംബ്രോയിഡറി വർക്ക് ആയിരിക്കും സ്ലീവിൽ വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് പേസ്റ്റൽ ബേബി പിങ്ക് ആണ്. ലൈറ്റ് പിങ്ക് ആണ് സാരി വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെയായിരിക്കും ത്രൂ ഔട്ട് ബോഡി വരുന്നത് കേട്ടോ. എല്ലാ സാരീസിലും 2 ടോണിൽ 2 പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ഫസ്റ്റ് ഡിസൈൻ ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ബേബി പിങ്കിൽ ബേബി പിങ്ക് ഷെയ്ഡിൽ തന്നെയായിരിക്കും ഫ്ലോറൽ വർക്ക് വരുന്നത്. അതേ ഡിസൈൻ തന്നെയായിരിക്കും സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലും വരുന്നത്. ബോർഡർ വരുമ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. വിത്ത് ബോർഡർ എംബ്രോയിഡറി വർക്കിൻ്റെ ബോർഡറുള്ള ബ്ലൗസ് ആയിരിക്കും വരുന്നത്. പേസ്റ്റൽ ബേബി പിങ്ക് തന്നെയാണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
ഈ ഒരു സ്റ്റൈലിലായിരിക്കും എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ബോഡിയിലും ബോർഡറിലും ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത്. ഫുൾ സാരി സെയിം എംബ്രോയ്ഡറി വർക്ക് ആയിരിക്കും. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആയിരിക്കും സാരിക്ക്. പേസ്റ്റൽ പീച്ചാണ് അടുത്ത കളർ വരുന്നത്. പീച്ചിലും ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് തന്നെയായിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത് സാരിയിൽ. ഫുൾ സാരിയിൽ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും സ്കാറ്റേഡ് ആയിട്ട് വരുന്നത് ബോഡി കേട്ടോ. പീച്ചിലുള്ള വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. മുന്താണ്ടി റണ്ണിങ് പല്ലു ആയിരിക്കും. സെയിം ടോണിൽ തന്നെയുള്ള റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും വരുന്നത്. പേസ്റ്റൽ പീച്ചിൽ തന്നെ സെക്കൻഡ് ഡിസൈനാണ് വരുന്നത് സാരിക്ക്. ഫുൾ ബോഡിയിലും ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ വർക്ക് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ബോർഡറും ബോഡിയും വരുന്നത് ഈ ഒരു വർക്കായിരിക്കും. വർക്കിൻ്റെ ക്ലോസ് വ്യൂ ഇങ്ങനെ വരും. സെയിം ടോൺ തന്നെ പീച്ച് തന്നെ ആയിരിക്കും എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയലും അവൈലബിൾ ആയിരിക്കും. റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും. വൈറ്റ് ആണ് ഇനി വരുന്നത്. വൈറ്റിലും സെയിം ടോൺ തന്നെ വൈറ്റ് ഷെയ്ഡിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് സാരിക്ക്. ഫുൾ സാരി ഈ ഒരു സ്റ്റൈൽ ഈ ഒരു പാറ്റേണിലും തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ വർക്ക് എല്ലാം സെയിം തന്നെ കേട്ടോ. ഇതായിരിക്കും വർക്കിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. കൂടാതെ ഫുൾ ബോഡിയിലും ആ ഒരു ഡിസൈൻ തന്നെയായിരിക്കും സ്കാറ്റേഡ് ആയിട്ട് വരുന്നത് ബോഡിയിൽ. ബ്ലൗസ് മെറ്റീരിയലും അവൈലബിൾ ആണ്. റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും വരുന്നത്. ലാസ്റ്റ് വൺ വീണ്ടും വൈറ്റ് തന്നെയാണ്. വൈറ്റ് ഓർഗൻസയിൽ വൈറ്റ് തന്നെ സെൽഫ് കളർ എംബ്രോയ്ഡറി വർക്ക് ആയിരിക്കും വരുന്നത്. സെയിം ഡിസൈൻ തന്നെ കേട്ടോ. ഈ ഒരു സ്മോൾ ഫ്ലോറൽ പാറ്റേണിൽ ജാൽ ഡിസൈനിലായിരിക്കും വർക്ക് വരുന്നത് സാരിയിൽ. സെയിം ആ ഒരു ലീഫ് പാറ്റേൺസ് തന്നെയായിരിക്കും ഫുൾ ബോഡിയിലും സ്കാറ്റേഡ് ആയിട്ട് വരുന്നത്. റണ്ണിങ് മുന്താണി വരുന്നുണ്ട്. സെയിം ടോണിൽ തന്നെ ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും.